ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഒരാളാണ്. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല കണ്ടന്റ്സ് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഒരു സെക്സ് മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു അഭിപ്രായം വരുന്നുണ്ട്. അപ്പം ബ്രോ ഇതിൽ സ്ഥിരമുള്ള ഒരാളാണ്. ബ്രോയുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഫോട്ടോസ് ഇട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഇൻസ്റ്റാഗ്രാം. അതിനകത്ത് വേറെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേറെ പ്ലാറ്റ്ഫോംസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് ഇപ്പോൾ ചില ആൾക്കാർക്ക് അത് ഈ വഴിവിട്ട രീതികളിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയാസ് വന്നു തുടങ്ങി. അതിപ്പോൾ സാഡ്ലി നമ്മുടെ നാട്ടിലും തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി. അതിനിപ്പോൾ നമ്മൾ പറയാതെ തന്നെ അറിയാം, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഈ ലിങ്ക് ഇൻ ദ ബയോ അത് ഞെക്കി വേറെ വഴിക്ക് പോകുന്നത്, സ്റ്റോറികളിലിടുക അല്ലേ, സ്റ്റോറികളിലിടുക, കാരണം ലിങ്ക് അവിടെ ആഡ് ചെയ്യാം. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അഡൾട്ട്സിന് മാത്രമുള്ളതല്ല, സ്റ്റാർട്ട് ചെയ്തത് അതിന് വേണ്ടിയിട്ടേ അല്ലായിരുന്നു. എല്ലാ ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. സോ പിള്ളേര് യൂസ് ചെയ്യും. തീർച്ചയായും. അപ്പൊ പിള്ളേര് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പൊ യൂട്യൂബ് പോലെ ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് ഇടാനായിട്ടുള്ള സ്പെഷ്യൽ ഫിൽറ്റർ ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടില്ല. അങ്ങനെ ഇതില്ല. സോ നമ്മള് എന്താ പറയുക, സ്ക്രോൾ ചെയ്ത് പോകുന്നതിന്റെ കൂട്ടത്തില് അതും വരാം. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു അഡൾട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ കുട്ടികള്, അവർക്ക് ആ പറയുന്ന ആൾക്കാർക്ക് കുട്ടികളുണ്ട്, അവർക്ക് റീൽസ് നോക്കാനായിട്ട് എന്തെങ്കിലും ഫോൺ കൊടുത്ത് ഞാൻ പേഴ്സണലി നാട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വന്നിട്ട് സ്ലിപ്പായിട്ട് ആക്സിഡന്റലി ഫീഡ് കയറി വരാം, അതിനകത്ത് കയറി ഞെക്കാം, വേറെ വഴിക്ക് പോവാം. അല്ല, അതാണ് അവിടെയാണ് നമ്മുടെ കൺസേൺ വരുന്നത്. അതായത് ഫേസ്ബുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മമാരുടെ പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു അല്ലേ. അതേസമയം ഇൻസ്റ്റാഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന യങ്സ്റ്റേഴ്സിന്റെ പ്ലാറ്റ്ഫോം. അപ്പൊ അതാണ് നമ്മുടെ കൺസേൺ അല്ലെ. ഈ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഒരു ഇത്തിരി ഒരു ഡേഞ്ചർ ആസ്പെക്ട് ആണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ബ്രോയ്ക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെ എന്തെങ്കിലും? പേഴ്സണലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്തുനിന്ന് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാര, ജെനുവിൻ ആൾക്കാരാര പ്രൊഫൈൽ എന്താന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു അവസ്ഥയാണ്. കാരണം ഈ ഇപ്പൊ നാട്ടില് തന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മള് ഈ ഫീച്ചേഴ്സ് ഒക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സാധനമൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഇടയ്ക്ക് സ്റ്റാർട്ട് ആയിരിക്കുന്നത് കൊണ്ട് ആൾക്കാർ പിക്കപ്പ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. നമ്മള് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്താ, അതിന്റെ സോഷ്യൽ ആസ്പെക്ട് ഉണ്ട് അതിനകത്ത്. നമ്മള് ആൾക്കാരായിട്ട് ഫ്രണ്ട്സ് മിങ്കിളാവാനും സംസാരിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഇവരിപ്പോ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വേറെ ചില പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇപ്പൊ ഓൺലി ഫാൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സാധനങ്ങൾ. നമുക്ക് പരിചയമുള്ള 2-3 പേര് ഈ ഒരു സംരംഭം, ഒരു പുതിയ ബിസിനസ്, ഐ എം ഓപ്പണിംഗ് എ ന്യൂ ലോക്കൽ ബിസിനസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവര് തുടങ്ങി കഴിയുമ്പോൾ നമ്മള് അതിന്റെ സോഷ്യൽ ആസ്പെക്ട് കട്ടായി പോയി. ഇവരെ നമുക്കൊരു സോഷ്യൽ മെന്റാലിറ്റി ആയിട്ട് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോ. അതിപ്പോ പുറം രാജ്യത്ത് തുടങ്ങിയതാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അത് വന്ന് ഭവിച്ചിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ ഈ രശ്മി നായരുടെ വീഡിയോ ഞങ്ങൾ ഒരിക്കൽ അതിനെടുത്ത് സംസാരിച്ചായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ ബിക്കിനിയൊക്കെ ഇട്ട് പോകുന്നതാണല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാൽ പിന്നെ ഒരു ലോഡ് വീഡിയോസ് ആണ് അല്ലേ കണക്റ്റഡ് ആയിട്ടുള്ള വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലെ എന്റെ കൺസേൺ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളോ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതുപോലെ ഒരിക്കൽ അബദ്ധത്തിൽ വന്ന് ഫീൽഡിൽ പെട്ടാൽ കഴിഞ്ഞാൽ പിന്നെ അല്ലെ ഇവർ ഇതിലോട്ട് കയറാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിലൊക്കെ എന്താണ് ബ്രോയുടെ ഒരു ടേക്ക്? എന്താണ് ഇതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളതാണോ? ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉള്ള പോലെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ പറയാം, ഇസ് ദിസ് ഫോർ കിഡ്സ്, യെസ് ഓർ നോ. നോ അടിക്കുവാണെങ്കിൽ ഇത് പിന്നെ പിള്ളേരുടെ ഫീൽഡിൽ വരത്തില്ല. വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് വാണിംഗ് കാണിക്കും, ഇത് പിള്ളേർക്കുള്ള വീഡിയോ അല്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനത്തെ യാതൊരുവിധ സംഭവങ്ങളും ഇല്ല. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടാണ്. അത് യൂട്യൂബ് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ പറ്റത്തില്ല. അത് കണ്ടന്റ് ക്രിയേഷൻ, കണ്ടന്റ് കൺസ്യൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൽ ഈ പറയുന്ന സാധനങ്ങൾക്ക് ബാധകമായിട്ട് വരും. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എന്ന് പറയുന്ന സാധനങ്ങൾക്കൊന്നും ഈ സംഭവങ്ങൾ റെസ്ട്രിക്ഷൻസ് വരില്ല. മേ ബി വരുന്നത് ഗ്രാഫിക്കൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ, വയലൻസ് ആൻഡ് ഗ്രാഫിക് കണ്ടന്റ് ഉണ്ട്. പിന്നെ പ്രത്യക്ഷ ഇങ്ങനത്തെ കുറെ ന്യൂഡിറ്റിങ് സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റാനായിട്ടുള്ള സംവിധാനമുണ്ട്. പക്ഷെ ഒരിക്കലും റീഡയറക്ഷന് ഈ റെസ്ട്രിക്ഷൻസ് വന്നിട്ടില്ല. അതായത് ഈ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് തെറ്റായിട്ടുള്ള വേറെ പ്ലാറ്റ്ഫോമിലേക്ക് മാറി പോവാണ്ടിരിക്കാനായിട്ടുള്ള വ്യവസ്ഥകളൊന്നും വന്നിട്ടില്ല അതിനകത്ത്. മനസ്സിലായി. അതാണ് ഇതിന്റെ ഒരു കുഴപ്പം വരുന്നത് അല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ബ്രോ ഇൻസ്റ്റയില് റീൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസ് ഇടുന്ന ഒരാളാണ്. അപ്പോൾ ബ്രോ ഒരുപാട് സിമിലർ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും കാണുന്നുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടി ചെയ്യുന്നവരെ കാണുമ്പോൾ മനസ്സിലാവും, അതായത് ഇവർ ഇങ്ങനെയുള്ള ഇതിന് വേണ്ടി ചില സമയത്ത് മനസ്സിലാകാറില്ല. അത് പേഴ്സണൽ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ
എന്താ നമുക്കിപ്പോ മനുഷ്യനാണ്, നമ്മളിപ്പോ ഒരാളായിട്ട് സോഷ്യലൈസ് ചെയ്ത് കാണാൻ കൊള്ളാവുന്ന ഒരാളെ കണ്ടു നമ്മൾ ഫോളോ ചെയ്തു. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ 2 വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ ഒരു താങ്ക്സ് മെസ്സേജ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജെന്യൂൻ ആയിട്ടുള്ള ആളാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. സാറില്ല, നല്ല കണ്ടന്റ് ആയിരുന്നു, ഞാൻ ലൈക്ക് ചെയ്തു. നമ്മുടെ മൈൻഡിൽ കാണാൻ കൊള്ളാവുന്ന ഒരാള്, ഒരു സ്ത്രീ ആണെങ്കിലും ആരെങ്കിലും നല്ല വീഡിയോ നല്ല കണ്ടന്റ് നമ്മൾ ലൈക്ക് ചെയ്തു, അവര് തിരിച്ച് മെസ്സേജ് ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ നമ്മളൊരു ജെന്യൂൻ കോൺവെർസേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എന്റെ കേസിൽ അങ്ങനെയായിരുന്നു. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ കോൺവെർസേഷന്റെ റൂട്ട് വേറെ രീതിയിലേക്കൊക്കെ പോയി. ഒരു പറഞ്ഞു ഞാൻ പേയ്മെന്റ് മേടിക്കും, ഞാൻ അങ്ങനെ ചെയ്യും, ഈ സർവീസസ് ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു പെങ്ങളെ സർവീസ് വേണ്ട, സർവീസ് ഇല്ലാതെ ഞാൻ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആളല്ല, എനിക്ക് സർവീസ് വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്, എനിക്ക് ഓൺലൈൻ വഴി സർവീസ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ അത് ഇതിന്റെ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇപ്പൊ വലിയ കാര്യമായിട്ട് നമ്മുടെ മലയാളികൾ ഘോരം പറയുന്നു, വേറെ വിദേശ രാജ്യത്ത് ജനിച്ചു വളർന്ന പിള്ളേര് ആ വഴിക്ക് പോകുന്നു, ഈ വഴിക്ക് ബ്രോ ആണെങ്കിൽ അത്യാവശ്യം എനിക്ക് ഒരു നല്ല പ്രായത്തിൽ ഇവിടെ വന്ന ഒരാളാണ് അല്ലെ, ടീനേജ് പ്രായത്തിലേ വന്നത്. ഇവിടത്തെ അവിടത്തെ ഒരു ഡിഫറൻസ് അറിയായിരിക്കും. അറിയാമായിരുന്നു എന്ന് ഞാൻ കരുതി. കാരണം ഈ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞപ്പോ നമ്മള് എല്ലാ സ്ഥലങ്ങളും എവർ ചേഞ്ചിങ് ആണ്. അപ്പൊ ഞാൻ വിട്ടുപോയ സമയത്തുള്ള ആൾക്കാരെ എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കുറെ കാലം കഴിഞ്ഞ് വരുമ്പോ മാറിയേക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാവും. പക്ഷെ അത് എന്താ പറയുക, ഉൾക്കൊള്ളാനായിട്ടുള്ള മെന്റാലിറ്റി ആയിട്ടില്ല. സോ എന്റെ മൈൻഡിൽ എപ്പോഴും നമ്മൾ വിചാരിച്ച എന്താ, നമുക്ക് എപ്പോഴും ട്രസ്റ്റ് വർത്തി ആയിട്ട് നമ്മള് എല്ലാവരും അപ്ബ്രിങ്ങിങ് നല്ലതാണ്. അപ്പൊ അതാരണം കൊണ്ട് നമുക്ക് ഈ പുറത്തുള്ള രാജ്യത്ത് വളരുന്ന അതായിരുന്നല്ലോ പൊതുവെ സംസാരം. വേറെ വലിയ രാജ്യത്ത് പഠിച്ച പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും, അവർ വളർന്ന സാഹചര്യം വേറെയാണ്. പക്ഷെ അവരെക്കാളും കൂടുതൽ കഷ്ടത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നാട്ടില് മൊത്തം വരുന്നത് എന്താ, MDMA അത് ഇത് എല്ലാം വരുന്നത് നാട്ടിൽ വരുന്നുണ്ട്. മാത്രമല്ല പല എക്സ്ട്രീം സംഭവങ്ങൾ. ഇതൊന്നും വിദേശത്ത് പോയി പഠിച്ചതായിട്ടുള്ള കാര്യങ്ങളല്ല. മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തേക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോ സോഷ്യൽ മീഡിയ ഞാൻ അടച്ചു പറയുന്നില്ല, ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് ഇൻഫ്ലുവൻസിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ പേഴ്സണലി ഒന്നും കണ്ടതായിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എന്താ പറയുന്നത്, കുറെ ട്രെൻഡുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഇവര് എന്താ പറയുക കൺസ്യൂം ചെയ്യുന്ന കോണ്ടന്റ് അത് എവിടെന്നോ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ വേണ്ട, അത് എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ കഞ്ചാവിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ വളരെ നോർമൽ ആയിട്ട് കാണാറുണ്ട്. അതായത് ട്രിപ്പിംഗ് അത് ഇങ്ങനെ അതിന്റെ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട്, അപ്പൊ അതൊക്കെ ഭയങ്കര ലൈക്സും കാര്യങ്ങളുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെന്താ കൊമീഡിക് ആയിട്ട് കാണിക്കുന്ന വീഡിയോസ്, അത് ആക്ച്വലി എൻജോയബിൾ ആണെങ്കിലും അതിന്റെ ബാക്ക് ഓഫ് ദ ഹെഡ് നമ്മൾ ആയിരിക്കും, ഓ ഇങ്ങനെയാണോ ഇത് കഴിച്ചാൽ. ഇതിപ്പോ അത്യാവശ്യം പ്രായമുള്ള ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, ഇങ്ങനെ ആയിരിക്കില്ല, കാരണം അവരുടെ ജീവിതത്തിൽ എങ്ങനെ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവും. ചെറുപ്പക്കാരിലെ പിള്ളേരിൽ വരുമ്പോ ഓ ഇങ്ങനത്തെ ഒരു ഫണ്ണി വൈബായിരിക്കും, അല്ലെങ്കിൽ ഇത്ര വൈബായിട്ടുള്ള സാധനമായിരിക്കും. ഈ ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഇടയ്ക്കല്ല അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലങ്ങളിലായിട്ടുണ്ടോ, ഒരു പ്രമുഖ ഒരാളെ എന്തോ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അയാള് ഇൻസ്റ്റാഗ്രാം ലൈവില് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് വന്ന് ഓർക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ സ്റ്റഫ് കിട്ടാനില്ല ബ്രോ, നീ മട്ടാഞ്ചേരിയിലേക്ക് വാ എന്ന് പറഞ്ഞ് അതൊരു ഇൻസ്റ്റാഗ്രാം ലൈവിലാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ തരം പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയക്ക് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പൊ വേറെ തന്നെ മറ്റേ പോക്സോ കേസിൽ പൊക്കിയല്ലോ മറ്റേ അല്ല, അന്ന് ആലോചിച്ചോക്കണം, പുള്ളി കണ്ടന്റ് ഇട്ടോണ്ടിരുന്നതും പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ എന്ന് പറയുന്നത് അല്ലേ കോൺട്രാഡിക്റ്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അല്ലേ ഡേഞ്ചർ എലമെന്റ്. കാരണം ഇതിലിപ്പോ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതേസമയം ഇവന്മാരെല്ലാം അല്ലെങ്കിൽ ഇവന്മാരെല്ലാം എന്നല്ല, സോറി, ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയുമ്പോൾ ഡേഞ്ചർ എലമെന്റ്സ് ഒരുപാട് ഇതിന്റെ അകത്ത് കിടപ്പുണ്ട് അല്ലെ, ഇതിൽ ആരെ ട്രസ്റ്റ് ചെയ്യാമെന്ന്. അതിപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ വേറെ ടോപ്പിക്കിലേക്ക് മാറിപ്പോകും. പക്ഷെ അതെന്താന്ന് വെച്ചാ നമ്മുടെ നാട്ടില് കുറെ കാലങ്ങളായിട്ട് എന്താ പറയുന്ന നമ്മൾ വേറെ വെളിരാജ്യത്ത് പോയി പുതിയതായിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഈ നമ്മള് എടുത്തു കളയേണ്ട ഒരു സംഭവം, പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല പ്രായമില്ല ഇതില്ല. പ്രായമുണ്ടോ? പ്രായമുണ്ട്. പ്രേമത്തിന് നല്ല രീതിയിൽ പ്രായം നോക്കേണ്ട ഒരു സാധനം പ്രേമം. അപ്പൊ അതിന്റെ എനിക്ക് പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് നമ്മുടെ ഒരു എന്താ പറയുക ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു പയ്യൻ അന്ന് ഫിസാറ്റിൽ ഫസ്റ്റ് ഇയർ പഠിക്കുക. അവൻ പറഞ്ഞു എനിക്കൊരു പ്രേമമുണ്ട്, വീട്ടിൽ അറിയാനല്ല അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, നിന്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പൊ അവന്റെ ഫിസാറ്റിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവൻ കല്യാണം കഴിക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ പറയാം ഇല്ല അവളുടെ പഠിത്തം കൂടി കഴിയണം. അപ്പൊ ഞാൻ പറഞ്ഞു അവളുടെ പഠിത്തം എന്തായാലും നിന്റെ കൂടെ അല്ലായിരിക്കും. അല്ലല്ല അവൾക്ക് കുറച്ചും കൂടി ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു അവൾ എന്താ ചെയ്യണേ? അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അതായത്
എന്താ പറയുക, കോളേജ് പഠിക്കുന്ന 18 വയസ്സിന് മേലെ ആയിട്ടുള്ള ആൾക്കാർ, +2 പഠിക്കുന്ന 18 വയസ്സിന് താഴെയായിട്ട് എത്ര കാലമായിട്ട് നമ്മൾ സിനിമകളിൽ പോലും കണ്ടിട്ടുണ്ട്. നോർമലൈസ്ഡ് ആയിരുന്നു. എന്നാ നോർമലാണോ? അല്ല. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമ്മൾ തിരിച്ച് സോഷ്യൽ മീഡിയയുടെ തന്നെ ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ നോർമൽ അല്ല എന്ന് സോഷ്യൽ മീഡിയ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നല്ല വശങ്ങളും ഉണ്ട്. ഇപ്പോഴത്തെ നോർമൽ എന്താന്ന് മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയ നല്ലൊരു സ്ഥലമാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതിന് വ്യൂസ് കുറയുന്നു. അതായത് നല്ലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ആളില്ല. അവിടെയാണ് അതിന്റെ ഒരു ഡൗൺ സൈഡ്. പക്ഷെ എന്തെങ്കിലും നല്ലൊരു എന്താ പറയുക മസാല കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത മസാല കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് മതി ഓടും, അത് കാണാനായിട്ട്. അല്ല, ഇതില് വേറൊരു കാര്യം ബ്രോ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ ടച്ച് ചെയ്ത് പോകാന്ന് വിചാരിച്ചു. അതായത് ഏജ് പറഞ്ഞില്ലേ, ഞാൻ ഈ ഇടയ്ക്ക് ഇതിനെ കുറിച്ച് ആലോചിച്ചുള്ളൂ. ഇപ്പൊ ഒരു 30 നിൽക്കുന്ന ഒരാൾ കല്യാണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. 30 നിൽക്കുന്ന ഒരാൾ 2 ജനറേഷനാണ്. ഒരു 20-21 ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കണമെന്ന് പ്ലാൻ ചെയ്യണമെന്ന് വെക്കുക. രണ്ട് ജനറേഷനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരാളുടെ പറഞ്ഞു, അപ്പം ഇത്തിരി യങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു പഴയ സിനിമകൾ, അപ്പൊ അതൊന്നും കണ്ടിട്ടില്ലാന്ന്. ഞാൻ പറഞ്ഞു സിലിണ്ടർ ഒരു കാതൽ, അല്ലെങ്കിൽ 7G എന്താ ക്ലാസ് മൂവീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണാൻ റെഫർ ചെയ്തു. ഇവരിത് കണ്ടതിന് ശേഷം നമ്മളടുത്ത് മെസ്സേജ് ഇട്ടവൻ പറഞ്ഞു അതിലുള്ള കൺസെപ്റ്റ് എല്ലാം വളരെ ഇതാണ്. കൺസെപ്റ്റിൽ എന്താ കുഴപ്പം? കാരണം നമ്മള് ആ കാലഘട്ടത്തിൽ ഇവിടെ പോയപ്പോ അത് നോർമലായിട്ട് ഫീൽ ചെയ്തത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതേ സാധനം ശരിയാണല്ലോ, അതിൽ കാണിച്ചതൊന്നും ആ ഒരു എലമെന്റ് വന്നപ്പോ അപ്പൊ ഞാൻ ആലോചിച്ചു, അപ്പൊ ഒരു മാരേജ് ലൈഫിലോട്ട് വരുമ്പം ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ഒരു ബിഹേവിയർ അല്ലെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് അതല്ലേ. എന്താണ് ഏജും കൂടി നോക്കണം, പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഈ പറയുന്ന സിനിമകളിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കുക. ശരിയാ. അപ്പൊ ഇപ്പൊ തന്നെ എന്താ പറയുന്നത്, നമ്മളിപ്പോ സിനിമകളുണ്ട്, ഇതിനകത്ത് നമ്മള് എന്താ ക്ലാസിക് പാട്ടുകൾ വരെ ഉണ്ട്. ഈവൻ മലയാളത്തിലായിക്കോട്ടെ, സ്കൂളിൽ നിന്ന് പോകുന്ന +2 പഠിച്ചു കഴിഞ്ഞാൽ ഈ +1 +2 ഒക്കെ റേഞ്ചാണ് കൂടുതലും പിടിക്കുന്നവര്. നടന്നു പോകുന്ന കൊച്ചിനെ കോളേജിലുള്ള ചേട്ടൻ വേറെ കൂട്ടുകാരും പയ്യന്മാരൊക്കെ ബൈക്കിൽ പോയി ഇതായിരുന്നു ലൈൻ അടിക്കുന്നു. അവന്മാര് ഓൾറെഡി നാലുകൊല്ലം തോറ്റിരിക്കും അവിടെ. വോട്ടിംഗ് പ്രായം 2 പ്രാവശ്യം കഴിഞ്ഞിരിക്കണ അവന്മാരായിരിക്കും ബൈക്കിൽ കൂടെ പോകുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് ഒക്കെ എടുത്തിട്ട് നാട്ടില് ഞാൻ പറയില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. നാട്ടിൽ നിന്ന് നമ്മള് എന്താ പറയുന്നത് എടുത്തു മാറ്റിക്കളയേണ്ട കുറെ ഐറ്റംസ് ഉണ്ട്. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ കഴിഞ്ഞ വർഷം എന്തോ ഒരു യൂണിവേഴ്സിറ്റി പയ്യനെ ഇതേമാതിരി ഇവിടുത്തെ UK അവര് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി പിടിച്ചായിരുന്നു, പ്രായപൂർത്തിയാകട്ടെ ഇതിനകത്ത്. സോ ഇത് അങ്ങനത്തെ ആൾക്കാരുടെ ചോദിക്കുമ്പോൾ അവർക്ക് തെറ്റാണെന്ന് മനസ്സിലായാലല്ലേ അവർക്ക് പശ്ചാത്തപിക്കാൻ പറ്റത്തുള്ളൂ. ഇവർക്കത് തെറ്റല്ല. കാരണം എന്താ, ഇവര് കൺസ്യൂം ചെയ്തേക്കുന്ന മീഡിയ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അന്ന് സിനിമയിൽ കൂടെ ഒക്കെ ഇത് വിട്ടിട്ടുണ്ട്. അപ്പോ എന്താ പറയുന്നത്, 2 വശവും പറയുകയാണെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എന്തോ സാധനവും ഏത് രീതിയിൽ നമ്മൾ എടുക്കുന്നു, എവിടെ നിന്ന് എടുക്കുന്നു, ഏത് സമയത്ത് എടുക്കുന്നു, ഇതൊക്കെ അനുസരിച്ചിരിക്കും പോകുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ ഈ ഇൻസ്റ്റഗ്രാം ഒരു സെക്സ് പ്ലാറ്റ്ഫോം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ലായിരുന്നു. അത് ആൾക്കാരെ ആക്കിയെടുത്തു. എന്നാൽ അതിന്റെ നല്ല വശങ്ങളും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്താ പറയുക, ഫുഡ് കുക്ക് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന ഇഷ്ടം പോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. യൂസ് ചെയ്യുന്ന പിന്നെന്താ പറയുന്നത്, DIY തന്നെയായിട്ട് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ്, ലൈഫ് ഹാക്സ്, നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഇത് കാണാനുള്ള സമയമില്ല. അവർക്ക് മസാല കണ്ടന്റ് നമ്മളിപ്പോ അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന്റെ ഒരു രീതിയാണല്ലേ. നമ്മൾ ഒരിക്കൽ ഒരു മസാല കണ്ടാ പിന്നെ അത് തന്നെ വന്നുകൊണ്ടിരിക്കും. അത് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതത്തിൽ അതൊരു ഇതുണ്ട്. നമ്മളിപ്പോ കോൺസ്റ്റന്റ്ലി ഇത് എന്താ പറയുന്നത്, ഒരു സോർട്ട് ഓഫ് കണ്ടന്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് മാത്രം കണ്ടു, നമ്മൾ ഭയങ്കര എന്താ പറയുന്നത് നാരോ മൈൻഡഡ് ആയിപ്പോ ആ ഒരു കണ്ടന്റിൽ തന്നെ സ്റ്റക്ക് ആയിപ്പോ. അതിന് ആക്ച്വലി ആൾക്കാർക്ക് അറിയുമെന്ന് അറിയത്തില്ല. അതിനു വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന ഹാഷ്ടാഗ്സ്. ഒരു പോസ്റ്റിൽ നമ്മൾ ഹാഷ്ടാഗ് ഇടുന്നത് ആ ഹാഷ്ടാഗിൽ തന്നെ അതേ എന്താ പറയുക സബ്ജക്റ്റില് വന്നേക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അത് കാണിക്കും. കണ്ടന്റ് ഉണ്ടെന്ന് നമുക്ക് അല്ല അത് ക്ലിക്ക് ചെയ്താൽ അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ചെയ്യുന്ന ഹാഷ്ടാഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആർട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഡിജിറ്റൽ ആർട്ട് ഞെക്കി കഴിഞ്ഞാൽ അതേ ഹാഷ്ടാഗ് ഉപയോഗിച്ച് ഡിജിറ്റൽ ആർട്ട് ചെയ്തേക്കുന്ന ആൾക്കാർ വരും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അൽഗോരിതത്തിന്റെ ബേസ് ചെയ്ത്. പിന്നെ എന്തോ നമ്മളെ ഫോഴ്സ് ഫീഡ് ചെയ്യാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഈ പറയുന്ന കണ്ടന്റ് ഒരെണ്ണം കണ്ടിട്ട് നമ്മൾ ഇതന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്
എന്താ പറയുന്ന ഒരു കണക്കിന് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ എന്താണ്, നമ്മളത് കാണാതിരുന്നാൽ മതിയല്ലോ, സ്കിപ്പ് കാണാതിരുന്ന് നമ്മൾ പുതിയ കണ്ടന്റ് എടുത്ത് മാറിക്കൊള്ളണമെന്നാണ് എന്റെ ഒരു ഊഹം. മനസ്സിലായി. എനിക്ക് ഭയങ്കര അസോർട്ടഡ് ആയിട്ടുള്ള കണ്ടന്റ് വന്നിട്ടിരിക്കുന്നത് പേഴ്സണലി. അല്ല, ആരോ പറഞ്ഞ പോലെ നമ്മള് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, ഞങ്ങളൊക്കെ ഫേസ്ബുക്ക് ന്യൂ ജനറേഷൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയരുത്. ന്യൂ ജനറേഷൻ മാർക്കറ്റ് പ്ലേസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്തിനോ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലേ ഫേസ്ബുക്ക്? ഞാൻ മാർക്കറ്റ് പ്ലേസിന് ഉപയോഗിക്കുന്നത്. ശരിയാ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ശരി. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഫീഡ് എടുത്ത് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്താൽ തന്നെ നമുക്കറിയാം നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് അല്ലേ. അതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്തെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റുക എന്നുള്ളത്. പക്ഷെ നമ്മളെ അത് നമ്മളാണെന്ന് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് ആണ് നമ്മൾ, അതാണ് നമ്മുടെ ക്യാരക്ടർ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതല്ല, അത് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് അല്ലെ. നമുക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതിലോട്ട്. ഇതൊക്കെ ഒരു ടൂളാണ്. നമുക്ക് എന്താ പറയുന്നത്, ആവശ്യമായ ഇൻഫർമേഷൻ, അത് എന്ത് ടൈപ്പ് സ്റ്റിമുലേഷൻ തരുന്ന ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നമുക്ക് ബുദ്ധി വളർച്ച കൂട്ടുന്നതോ നമുക്ക് വേറെ രീതിയിലുള്ള സ്റ്റിമുലേഷൻ തരുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, അത് തരുന്നൊരു ടൂളാണ് സോഷ്യൽ മീഡിയ. അത് ഉപജീവന മാർഗമാക്കുന്ന സമയത്താണ് എക്സ്ട്രീമിറ്റിയിലേക്ക് പോകുന്നത്. അത് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് പല വഴിക്ക് പോയി എന്താ പറയുന്നത്, നമുക്കൊരു ഉണ്ട്. അപ്പൊ ആ ഒരു എന്താ പറയുന്നത്, അതൊരു ഉപജീവന മാർഗമാണ്. ഇതാണ് എന്റെ ബിസിനസ്. എന്താ ജോലി? ഞാൻ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു റിപ്പോർട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ലേ ഇത്രയും നാളത്തെ ഇൻവെസ്റ്റ്മെന്റ്? ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ. ഈ എന്താ പറയുന്നത്, ഇവർക്ക് ഈ ബ്ലൂടിക്ക്, ഇപ്പാണ് ബ്ലൂടിക്ക് പൈസ കൊടുത്ത് വരുന്ന സംഭവം. ബ്ലൂടിക്ക് ഫുള്ളി അവർക്ക് റിവോക്ക് ചെയ്ത് എടുക്കാവുന്ന സ്കീമുണ്ട്. ഒരു 4 വീഡിയോ റിപ്പോർട്ട് ആയി കഴിഞ്ഞാൽ ബ്ലൂടിക്ക് റിവോക്ക് ചെയ്ത് പോകുന്ന ഇതുണ്ട്, വെരിഫിക്കേഷൻ. അതിന്റെ ജെനുവൻ റീസൺ ആണോന്നില്ല. അല്ല, ജെനുവൻ റീസൺ അവരിപ്പോ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഒരു റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ജെനുവൻ റീസൺ ആണെങ്കിൽ ആ ഫുൾ അക്കൗണ്ട് പോയി കിട്ടും. അപ്പൊ നമുക്ക് ഈ ഉപജീവന മാർഗം എന്ന് പറഞ്ഞ, കാരണം ഇത് എന്താ പറയുന്നത്, ടിക്ടോക്കിൽ എനിക്ക് ഇത് ഒരു പേഴ്സണൽ ഇത് വന്നേക്കുന്നത്, നമ്മുടെ ഒരു ഫ്രണ്ട്, ഒരു ടിക്ടോക്കർ ഉണ്ടായിരുന്നു. അപ്പൊ ക്രിയേറ്റർ ഫണ്ട്, UK ക്രിയേറ്റർ ഫണ്ട് എന്ന് പറയുന്നത് ടിക്ടോക്കിൽ നിന്ന് പൈസ ഉണ്ടാവുന്നത്. അപ്പൊ ഇതേമാതിരി എന്താ പറ്റുന്ന വെച്ചാൽ, ക്രിയേറ്റർ ഫണ്ട് എന്തോ 10,000-3000 പൗണ്ടിന്റെ അടുത്ത് എന്തോ ആയിരുന്നു കൂളായിട്ട്. എന്നിട്ട് ഇയാള് വിഡ്രോ ചെയ്യാൻ പോകാനായിട്ട് ഇങ്ങനെ ഇന്ന് വേണ്ട കുറച്ചും കൂടി ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഒരു 4 വീഡിയോ ഒരുമിച്ചങ്ങ് റിപ്പോർട്ട് അടിച്ച് ഒരെണ്ണം മ്യൂട്ടുമായി കോപ്പിറൈറ്റില്. ഈ ക്രിയേറ്റർ ഫണ്ട് അവർ റിവോക്ക് ചെയ്ത്. അയാൾ അത്രേ കാലം സ്വരുക്കൂട്ടി, അതായത് കണ്ടന്റ് ചെയ്ത് സ്വരുക്കൂട്ടി വെച്ച് ഭയങ്കര വിഷമായി പോയി. ഇപ്പൊ ഒരു 10 കൊല്ലം ബാക്കിലേക്കോ ഫേസ്ബുക്കിലേക്കോ നമുക്ക് പോവാം. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ചേട്ടന്റെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ചേട്ടൻ നെഞ്ചത്തടിച്ച് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതാണ് അന്നത്തെ സോഷ്യൽ മീഡിയയും ഇന്നത്തെ സോഷ്യൽ മീഡിയയും തമ്മിലുള്ള വ്യത്യാസം. അതെ, സത്യം. അതായത് ഒരുപാട് ഇതിൽ റിലൈ ചെയ്യണം അല്ലേ, നമ്മുടെയൊക്കെ ഒരു പേഴ്സണാലിറ്റി തന്നെ അതിൽ പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ. എന്തിനു പറയുന്നത്, അതിന്റെ ഒരു ഐറോണിക് ആയിട്ടുള്ള ഒരു സൈഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്, ലിങ്ക്ഡിൻ. ജോലികൾക്കായിട്ട് പ്രൊഫഷണൽ യൂസിന് ഒരു മനുഷ്യരും അത് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതായത് വലിയ ബിസിനസ്മാനും പൈസയും ഒക്കെ നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതേ പറഞ്ഞാലും ലിങ്ക്ഡിൻ പ്രൊഫഷണൽസ് ആണ്. പ്രൊഫഷണൽ എന്താ പറയുക, ഒരു പ്രൊഫഷൻ വരുമ്പോൾ അതിനകത്ത് മണി വരുന്നുണ്ട്. ഒരിക്കലും ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയിട്ട് ഒരാൾ നെഞ്ചത്തടിച്ച് കയറിയണ കണ്ടിട്ടില്ല നമ്മള്. എന്നാ പ്രൊഫഷനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം, പക്ഷെ ആരും അതിനകത്ത് പോകത്തില്ല. ഇപ്പൊ ഞാനും ഇടയ്ക്കിടയ്ക്ക് നോക്കും. എനിക്ക് എന്താ പറയുന്നത്, ചില നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരിപ്പോ എനിക്ക് ഈ കോമഡി കണ്ടന്റ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവരുടെ കണ്ടന്റ് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ പോകുന്ന പദ്ധതി. ഞാൻ ചോദിക്കുന്നേ ബ്രോ, ഒരു ദിവസത്തിൽ എത്ര വർഷം ഇൻസ്റ്റാഗ്രാം നോക്കും? ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ശ്വാസം കുറച്ചായിരിക്കും അത്രയും ഞാൻ കൂടുതൽ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മെസ്സേജ്, ആരെങ്കിലും മെസ്സേജ് വരും, അപ്പൊ നമ്മൾ റിപ്ലൈ നോക്കുന്നതാണ്. അതിന് നമുക്ക് ചില നല്ല അടിപൊളി കൂട്ടുകാരും ഉണ്ടാവും, അമ്മമാരും നമുക്ക് അർത്ഥം വെച്ചിട്ടുള്ള റീൽസ് ഒക്കെ അയച്ചു. അതായത് നമ്മൾ അതിൽ ഒരു സോഷ്യലൈസിംഗ് ഉള്ളതുകൊണ്ട് അതിനകത്ത് പറയും, അതായത് ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരുന്ന് ചൊറിഞ്ഞിരിക്കുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യും. 30 വയസ്സായിട്ട് പെണ്ണ് കിട്ടാനും ഇനി പെണ്ണ് കിട്ടാനുള്ള യോഗ്യത ഇല്ല എന്ന് സാധ്യതയുള്ള ആൾക്കാരെ നിങ്ങൾ ടാഗ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് നമുക്കിത് റെഗുലർലി യൂസേജ് ഇത് ഇങ്ങനെ കിടന്ന് മണി അടിച്ചുകൊണ്ടിരിക്കും സാധനം സൈഡിൽ കിടന്ന്. അപ്പൊ
അങ്ങനെ ആണ്. മനസ്സിലായി. അപ്പോഴേ ബ്രോ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് സെക്സ് മാർക്കറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. അതായത് ബ്രോയ്ക്ക് അറിയാമെന്നുള്ളത് ഇതിൽ എന്താണ് സംഭവം? ഇവരൊരു വീഡിയോ കോളിൽ വിളിക്കുന്നു, എന്നിട്ട് നമ്മള് വീഡിയോ എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് എന്തോ ഇത്രയും ഞാൻ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരാം, എനിക്ക് ഇത്രയും പൈസ അയച്ചു തന്നാൽ വീഡിയോ കോള്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ചേച്ചി, മനസ്സിലായി. ഞാൻ വേണ്ട ചേച്ചി, അങ്ങോട്ട് ഒന്നാമത് എന്റെ കയ്യിൽ പൈസ ഇല്ല, അതിനുള്ള അത്രയും മുട്ടി നിൽക്കുകയല്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു വീഡിയോ നമുക്ക് എന്താ പറയുക കണ്ടു ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ചു, അതിനൊരു താങ്ക് യു ഇങ്ങോട്ട് വന്ന് മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ അതിന് റിപ്ലൈ ചെയ്തു. തീർച്ചയായും. അല്ല, നമ്മള് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു ബ്രോ. അതായത് നമ്മുടെ ഈ സെക്സ് വീഡിയോസ് ആണ് എന്ന് പറയുമ്പോഴും അതിൽ പല കാറ്റഗറി അല്ലേ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം. കാറ്റഗറി അതായത് ഇപ്പൊ ചില അത് എന്റെ അടുത്ത് ഒരു വർക്ക് കൊളീഗ് പറഞ്ഞൊരു സാധന, അതായത് ഇപ്പൊ അത് ഇന്നൊന്നുമല്ല കുറച്ചു കാലമായി നമുക്കറിയാം, അതിന്റെ ഐഡിയോളജി എനിക്ക് മനസ്സിലായില്ല എന്തോന്ന്. ഈ ചില ആൾക്കാർക്ക് കാലുകൾ കാണുമ്പോ എന്തോ അസ്ഥിതയുണ്ട്, ഫീലിങ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് അത്ര, ഫീറ്റ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ അത് പറഞ്ഞതൊരു ജോക്കായിട്ടാ പറഞ്ഞത്. എന്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ അതായത് പറഞ്ഞത് ഇത് നിന്റെ ഫീറ്റ് ഫൈൻഡർ അക്കൗണ്ടിൽ ഇട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഫീറ്റ് ഫൈൻഡർ എന്തോ സാധനം? അങ്ങനെ കാല് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ കാല് എനിക്ക് തന്നെ കാണാൻ താല്പര്യമില്ല, നാട്ടുകാരത്തിന് കണ്ട്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞ അങ്ങനെ ചില ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയുന്നത് കുറെ ഉണ്ട് ബ്രോ ഇങ്ങനത്തെ കുറെ സോഷ്യൽ. എനിക്ക് തോന്നുന്നത് പണ്ട് ഞാനൊരു ഡോക്യുമെന്ററിയിലോ അങ്ങനെ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. അതായത് ഇതിനു വേണ്ടി ഒരു ഫുൾ ക്രൂവിനെയൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ഇവര്, അതായത് ഇപ്പം ബ്രോയ്ക്ക് ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഫണ്ട് അവരെത്രയാണ് ചോദിക്കുന്നത് വെച്ചാൽ കൊടുത്താൽ അതേപോലെ നിങ്ങളുടെ വിഷ്വലിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലുള്ള പോൺ ടൈപ്പ് വീഡിയോസ് അവരുണ്ടായി തരുമെന്ന് പറയുന്നത്. അത് എനിക്കറിയത്തില്ല. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ ടിക്ടോക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇത് കണക്ക് വേറൊരു പോഡ്കാസ്റ്റില് ഒരു എന്തോ സ്കാൻഡിനേവിയൻ എന്തൊരു പെണ്ണിനെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് സബ് ടൈറ്റിൽസ് കാണിച്ചോണ്ടിരിക്കുകയാണ്. അത് ഒരു അമ്മയും മോനും ഇരിക്കുക. അമ്മയും മോൻ ഇരുന്നിട്ട് മോൻ വീഡിയോഗ്രാഫറാ, അമ്മ ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്ന ആള്, ഇയാളാണ് ക്യാമറമാനായിട്ട് നിൽക്കുന്നത്. ഈ അമ്മയുടെ ഇങ്ങനത്തെ അഡൽട്ട് കണ്ടന്റിന് ക്യാമറമാനായിട്ട് നിൽക്കുന്ന ഈ മോന. എന്നിട്ട് ഇയാള് പറയാം എനിക്ക് അമ്മ അതൊരു പ്രൊഫഷനായിട്ട് ഞാൻ അങ്ങ് എടുക്കുന്നു, ഞാൻ എന്റെ പാഷനാണ് വീഡിയോഗ്രാഫി, അത് അമ്മ മോഡലിംഗ് ആണ്, ആ സൈഡിൽ കൂടെ ഇത് ചെയ്യുന്നു, ഞാൻ ആ കണ്ടന്റ് ഞാൻ ചെയ്യത്തില്ല, എനിക്ക് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലെങ്കിൽ ഞാനതൊരു പ്രൊഫഷണൽ ആൻഡ് പാഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം നമുക്കത് തെറ്റാന്ന് തോന്നും. ഇങ്ങനത്തെ കണ്ടന്റ് ഇത് കണ്ടന്റ് ചെയ്യുന്നത് റോങ് ആണ്, ഇത് മറ്റുള്ളവരെ അറിയിക്കുന്നത് അതിലും വലിയ സംഭവം. അത് നമ്മുടെ നാട്ടിൽ ചൊല്ലുന്ന പല്ലിന്റെ അടകുത്തി നാട്ടിക്കാന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ നമുക്ക് ആദ്യം തെറ്റാന്ന് തോന്നും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിമൈൻഡേഴ്സ് എന്ന രീതിയിൽ ഇങ്ങനത്തെ സിമിലർ കണ്ടന്റ് നമുക്ക് വരുവാണെങ്കിൽ ഇത് പിന്നെ കുഴപ്പമില്ലായിരിക്കും. ഞാൻ ഈ കേസിലല്ലാട്ട് പറയുന്നത്, ഇങ്ങനത്തെ വേറെ കുറെ ഇതേപോലെ ഒരു സാധനം ഞാനും കണ്ടായിരുന്നു ബ്രോ. അതായത് ഒരു സിസ്റ്ററും ഒരു ബ്രദറും. അപ്പൊ ഈ സിസ്റ്റർ ഒള്ളി ഫാൻസിൽ മറ്റേ ബിസിനസ് പോലെ അവളുടെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പയ്യനായിട്ടുള്ള ഒരു ടോക്കാണ്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ടോക്കാണ്, ഒരു കുത്തിയിരുന്നുള്ള ഒരു ടോക്കായിരുന്നു. ഞാൻ അപ്പൊ ഭയങ്കര വിയേർഡായിട്ട് തോന്നി, ഞാൻ കേട്ടോണ്ടിരുന്നു. അപ്പൊ ആ പെണ്ണ് പറയുന്നത് നിനക്ക് എന്താണ് എൻ്റെ അടുത്ത് ഇഷ്ടമില്ലാത്തത്, നീ എൻ്റെ ബ്രദറാണ്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നീ ചെയ്യുന്ന ഇഷ്ടമല്ല, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് സൊസൈറ്റിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നു, എന്നെ കുറിച്ച് എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഭയങ്കര. അവൾ പറഞ്ഞു അതിന് നീ ഇത്രയും ഫീൽ ചെയ്യാതിരിക്കുന്നു, ഞാൻ എൻ്റെ ജോലിയല്ലേ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അവനായിട്ട് ഇമോഷണൽ ആവുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതിൻ്റെ താഴെ കമൻസ് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് ആ പെണ്ണിനെ നെഗറ്റീവ് പറയുന്നുണ്ട്. കാരണം എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ പോലെ ആ പയ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അല്ലേ. ഇപ്പൊ രശ്മി നായർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവർക്കൊക്കെ കുടുംബമുള്ളവരാണ്. ഈ രശ്മി നായരുടെ കേസ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ആഡ് ചെയ്യുന്നത്, ഞാനൊരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, അവരുടെ വീടിന്റെ എന്തോ ഒരു കാണിച്ച ഓണം സ്പെഷ്യൽ എന്തോ ഒരു വീഡിയോ യൂട്യൂബിലാണ്. അപ്പൊ അതിനകത്ത് കാണിച്ചപ്പോ പിള്ളേരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അപ്പനും അമ്മേനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ എന്റെ മൈൻഡിൽ ചിന്തിക്കുകയാണ്, ഇപ്പൊ ഈ പിള്ളേര് ചെറുതാ, ഇവര് വന്നിപ്പോ ഒരു 5-10 കൊല്ലം കഴിഞ്ഞ് ഇവര് സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന ഇവർക്ക് സെക്ഷുവൽ മെച്യൂരിറ്റി വരുന്ന ഒരു ഏജ് വരും. ആ ഏജില് ഈ പറയുന്ന കണ്ടന്റ്, സ്വന്തം പേരൻസിന്റെ കണ്ടന്റ്, സ്വന്തം പേരന്റിന്റെ കണ്ടന്റ്, പേരൻസ് പോലും പേരന്റിന്റെ കണ്ടന്റ്
വന്ന് ഇങ്ങനെ ഒരു വീട് അവസ്ഥ. അത് മാത്രമല്ലല്ലോ അല്ലേ, ഈ ഒരു ചിന്ത ആക്ച്വലി രശ്മി നായരിന്നല്ല സ്റ്റെം ചെയ്തത്. ഇത് തുടങ്ങിയത് നമ്മുടെ സരിത നായരുടെ ക്ലിപ്പ് ഇറങ്ങിയതൊക്കെ കേട്ട സമയത്ത് അത് ക്ലിപ്പ് ഇറങ്ങിയെന്ന് പറയണ്ട, ഈ സ്ത്രീ എന്താ പറയുന്നത്, ഇതിനകത്ത് ഇത്രയും 40 പേരെന്തോ ഇങ്ങനെ ഉണ്ട്, ഔട്ട് ആൻഡ് ഔട്ട് നടക്കുക. മോൻ എന്തോ ഉണ്ട്, മോൻ സ്കൂളിൽ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയുന്നത്, ഈ സ്ത്രീ പറയാണ് ഞാൻ വിക്ടിമാന്ന് പറയുന്നത്, നമുക്ക് സീനൊന്നുമില്ല, അത് വേറെ കേസ്, അതും നമുക്ക് മാറ്റി വയ്ക്കാം. രശ്മി നായർ ബിസിനസ് ആക്കിയേക്കുക, പുള്ളിക്കാരത്തി മാത്രമല്ല വേറെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് ഇത് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ഇവർക്ക് ഈ ഓൺലൈനിൽ വരുമ്പോ ഇവര് പറയുന്ന അവര് കരയുവാണെങ്കിൽ അവരവരുടെ എന്താ പറയുക ഫെറാറിയിലും പോർഷയിലൊക്കെ ഇരുന്ന് കരയട്ടെ, ഇത്രയും വെൽത്തി ആയിട്ടല്ലേ അവര് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവര് ബോർഡിംഗ് സ്കൂളിൽ നിന്ന് പഠിക്കട്ടെ, അവർ ഇത്രയും ഒരു പൈസയുടെ അല്ലല്ലോ വന്നിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആസ് എ ചൈൽഡ് അവർക്ക് ഈ പൈസയും കാര്യങ്ങളൊന്നും ഒന്നുമല്ല. ചിലപ്പോ ഒരു കളിപ്പാട്ടം എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനൊക്കെ ഇതിനും എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയ ടോപ്പിക് എടുത്താൽ ഇതിനെനിക്ക് റെഫറൻസ് ആയിട്ട് വെക്കാവുന്ന സോഷ്യൽ മീഡിയ വീഡിയോസ് കണ്ടിട്ടുള്ളതുണ്ട്. അത് അമേരിക്കയിൽ ഒരു മോനും ഒരു അമ്മയായിട്ടുള്ളൊരു കോൺവെർസേഷൻ നടക്കുക. അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ അമ്മ ചെറുപ്പത്തിൽ ഇവനെ പോറ്റാൻ വേണ്ടിയിട്ട് ബ്രോത്തലിലൊക്കെ നിന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് അമ്മ. അപ്പൊ മോനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നിൽക്കാൻ സ്ഥലമില്ല. അപ്പൊ മോൻ ചിലപ്പോ എന്താ പറയുന്നത്, ഈ പ്രസന്റ് ടൈമിൽ മോൻ ഇങ്ങനെ ഭാര്യ അമ്മ കുട്ടീനെ കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അമ്മ എതിരെ നിൽക്കും. അമ്മ ഇവള് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പറയാ, നിങ്ങൾക്ക് ഞാൻ അനുഭവിച്ചത് എന്താണെന്നറിയോ, ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് കയറി കിടന്ന് ഉറങ്ങുന്ന നേരം നിങ്ങൾ തൊട്ടടുത്ത മുറിയിൽ ചെയ്യുന്നത് കേട്ടിട്ട് ഉറക്കം വരാതെ കിടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചെയ്യുന്ന ട്രോമാസ് പറയുന്നുണ്ട്. അപ്പൊ ഈ ആസ് എ പാരന്റ് എന്താ പറയുന്നത്, നമുക്ക് പിള്ളേരുടെ അടുത്ത് പറയാം, നിനക്ക് അത് ഒരു എന്താ പറയുക, നിനക്കൊരു പിള്ളേരുണ്ടാവുമ്പോ അറിയത്തുള്ളൂ ഈ വിഷമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പേരൻസ് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ പേരൻസ് സ്പെസിഫിക്കലി നിങ്ങളും ഒരു കുട്ടിയായിട്ടാണ് പാരന്റ് ആയത്, അപ്പൊ മോർ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടിരിക്കേണ്ടത് നിങ്ങളാ. അപ്പൊ ആസ് എ ചൈൽഡ് ഇങ്ങനത്തെ ഒരു ഫീലിംഗ്, ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് വലുതാവുമ്പോൾ വലിയ വലിയ ഭവിഷ്യത്തുകളിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, വലിയ എന്താ പറയുക, വേറെ ചെറിയ ടോപ്പിക്കിലേക്ക് വഴുതി മാറിപ്പോകും, സോറി. പക്ഷെ വലിയ വലിയ സീരിയൽ കില്ലേഴ്സ് അങ്ങനത്തെ അങ്ങനെ എന്താ പറയുക, സ്ത്രീകളെ മാത്രം നോക്കിക്കില്ലേ എന്ന ആൾക്കാർക്കൊക്കെ ചെറുപ്പത്തിൽ വന്ന ട്രോമ കൊണ്ടാണ് ട്രിഗർ ആവുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ എന്ന് പറയുന്ന സ്നോബോൾ എഫക്ട് എന്ന് പറയും, ഒരു അല്ലെങ്കിൽ സോറി ബട്ടർഫ്ലൈ എഫക്ട്, അത് അങ്ങനത്തെ ഏതൊരു എഫക്റ്റ് ആണ്. അങ്ങനെ ചെയ്ത് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. ഇതിന്റെ വേറെ ഒരു ആസ്പെക്ട് എന്ന് പറയുമ്പോൾ അതായത് ഒരിക്കൽ വൺസ് യു പുട്ട് സംതിങ് ഇൻ ദി സോഷ്യൽ മീഡിയ ഇറ്റ്സ് ദേർ ലൈഫ് ലോങ് അല്ലേ, നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ല. നമ്മളിപ്പോ എന്താ പറയുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് എൻഡ് യൂസർ ലൈസൻസ് അഗ്രിമെന്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈവൻ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നമ്മളൊരു വീഡിയോ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് അവിടെ കിടക്കുന്ന നിമിഷം മുതൽ അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഓണർഷിപ്പ്. അതാണ് എക്സാക്ട്ലി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെന്തോ ധരിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ദേർ അല്ലേ, മാത്രമല്ല ഒരാൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ എത്ര നേരം വേണം. സോ വൺസ് യു സ്ക്രീൻഷോട്ട് എടുക്കാൻ സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പം അങ്ങനെ ഒരു ലോകത്തിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കെയർഫുൾ ആവുക എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം അല്ലേ. കെയർഫുൾ ആവുമെന്നല്ല, അതായത് ഒരു ആപ്സ് വരുന്നത് അത് ഇന്റൻഡഡ് ആയിട്ടുള്ള, ഇപ്പൊ എന്താ പറയുക, ഈ ഹിന്ദിയിലൊരു വാക്കുണ്ട് ജുഗാഡ് എന്ന് പറയും. അതായത് ഈ സൂത്രത്തിൽ ഒട്ടടയ്ക്കുക അല്ലെങ്കിൽ എളുപ്പവഴിക്ക് കാര്യങ്ങൾ സാധിക്കുക, അതിന്റെ ഒരു വൺ വേർഡാ. അപ്പൊ ഈ ഒരു മെത്തേഡിലാണ് ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ UK കേസ് പറയാണ്, ഊബർ ഓടിക്കുന്ന ആളിനെ ഡെലിവറും ജസ്റ്റ് ഇറ്റൊക്കെ ഒറ്റ വണ്ടി തന്നെ ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ. അപ്പൊ അതേപോലെ സോഷ്യൽ മീഡിയയിൽ എന്റെ വീഡിയോസ് റീച്ച് ആയി, ഞാൻ കുറച്ച് എന്താ പറയുക എക്സ്പോസിംഗ് ആയിട്ടുള്ള ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ, ഇനി എന്തോരും ഇതിൽ നിന്ന് എനിക്ക് മിൽക്ക് ചെയ്തെടുക്കാൻ വേണ്ടി എന്നെന്തോരം റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. മേ ബി ഞാൻ ഇവിടെ ഇങ്ങനെ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഇവിടുത്തെ ആൾക്കാരെ അങ്ങോട്ട് മാറ്റാൻ നോക്കാം. പക്ഷെ ഞാൻ ചോദിക്കണേ, ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് റവന്യൂ ഉണ്ടോ? ഡയറക്റ്റ് റവന്യൂ ഇപ്പൊ ഗിഫ്റ്റ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എക്സ്ക്ലൂസീവ് ആയിട്ട് മറ്റേ സബ്സ്ക്രൈബർ ഒരു സംഭവം വന്നിട്ടുണ്ട്. ജനറലി നമ്മൾ ഇടുന്ന റീൽസിനൊന്നും അങ്ങനെ റവന്യൂ അല്ലല്ലോ അല്ലേ. റവന്യൂ ഗിഫ്റ്റ്സ് ഉണ്ട്, ഗിഫ്റ്റ്സ് ആയിട്ടുണ്ട്. അല്ലാതെ കൊണ്ടുവരുന്ന റവന്യൂ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സാധനങ്ങളൊക്കെ, ആഡ്സും പിന്നെന്താ പറയുക, നമ്മൾ ചെയ്യുന്ന നെറ്റ്വർക്കിംഗ്, നമ്മൾ ക്ലയൻസിനെ പിടിച്ച് നമ്മുടെ സർവീസ് ചെയ്യിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതും അതിന്റെ ഭാഗമാണ്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇന്റന്റഡ് യൂസ് അല്ല ഇത്. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇയേഴ്സ് ബാക്ക് പോവാണെങ്കിൽ
ഇൻസ്റ്റഗ്രാമിന്റെ ചിഹ്നം തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ഇൻസ്റ്റന്റ് ക്യാമറ. ഇൻസ്റ്റഗ്രാമിലെ ഫീഡ് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അറിയാം ഒരു വൈറ്റ് ബോർഡറിൽ പിക്ചർ വരുന്ന നേതാ നമ്മുടെ ഇൻസ്റ്റന്റ് ക്യാമറയിലെ പിക്ചേഴ്സ് വരുന്നത്. അപ്പൊ വേണ്ടായിരുന്നു, കാരണം അത് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പാ. നമ്മള് ഫോട്ടോ എടുക്കുന്നു, ആദ്യം തന്നെ അത് സൂക്ഷിച്ചു വെക്കുന്ന, കാരണം അന്നത്തെ ഫോണുകളിലൊന്നും വലിയ സ്റ്റോറേജ് ഒന്നും. ഫോട്ടോ എടുക്കാം, അപ്ലോഡ് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വേറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി അവരുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ അവർക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റാം. പിന്നെ വന്നിട്ടുണ്ട് ഈ സ്റ്റാറ്റസ് വന്നത്. വാട്സപ്പിൽ സ്റ്റാറ്റസ് എന്നുള്ള ഫീച്ചർ വന്നു കഴിഞ്ഞപ്പോ ഇൻസ്റ്റഗ്രാം എന്ത് ചെയ്തു, ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ സ്റ്റോറി ആക്കി. ടിക്ടോക്ക് ബാൻ ആവാറായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ടിക്ടോക്കിന് വേണ്ടി റീൽസ് ആക്കി. IGTV ഇറക്കി. എവർ ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ. അപ്പൊ അങ്ങനെ ഇന്റന്റ് ചെയ്തേക്കുന്ന ഒരു ആപ്പാണ്. അതായത് വെറുതെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നമ്മളെ സൂക്ഷിക്കേണ്ട ആപ്പാണ് ഇപ്പൊ ഈ ഒരു രീതിയിലേക്ക് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി മാറി. അതാണ് എന്റെ ഒരു സംഭവം ബ്രോ. അപ്പൊ അതായത് എനിക്കും മനസ്സിലാവുന്നത് വൈസായിട്ട് യൂസ് ചെയ്യുക. നല്ല പ്ലാറ്റ്ഫോമാണ്, അതിൽ നല്ലതുകൊണ്ട് മോശമുണ്ട് അല്ലെ. നമ്മൾ വൈസായിട്ട് യൂസ് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. എന്താണ് ബ്രോയ്ക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്? ഇതൊക്കെ നമ്മളിപ്പോ വൈസായിട്ട് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കേണ്ട രീതി, അത് എന്താ പറയുന്നത്, ബാക്കിയുള്ളവർക്ക് അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആവാതിരിക്കാനായിട്ടുള്ള പരിശ്രമം നടത്താന്ന് പറയുന്നത്. അതായത് എന്റർടൈൻമെന്റ് വൈസ് കുഴപ്പമില്ല, പക്ഷെ ഇത് നാം നേരത്തെ പറഞ്ഞ കണക്ക് ഇത് ഏത് വഴിക്ക് പോകുന്നു, ഇത് ഓഡിയൻസ് എന്താണ്, ആരാണ് കാണുന്നത്, അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഗുണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ വെച്ചിട്ട് ഇപ്പൊ പേരൻസിന്റെ ഫോണൊക്കെ എടുത്ത് പിള്ളേർ യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു അഡൾട്ട് കണ്ടന്റിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉള്ള കാരണം കൊണ്ട് പിള്ളേര് പെട്ടെന്ന് അതിനകത്തേക്ക് സ്ലിപ്പ് ചെയ്ത് തീർക്കും. ഇൻക്ലൂഡിങ് യൂട്യൂബ് തന്നെ ഇപ്പൊ പിള്ളേരൊക്കെ, അതായത് നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആണ് ഫോൺ യൂസേജ് അല്ലെ. ഇൻസ്റ്റയിലോട്ട് കയറി കഴിഞ്ഞാൽ വലിയ ഈ പറഞ്ഞ പോലെ വലിയ നേരമൊന്നുമില്ല. ആസ് എ പാരന്റ് നമ്മൾ കെയർഫുൾ ആയിരിക്കും നമ്മൾ കാണുന്ന കണ്ടന്റ്സ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തന്നെ ഒരു കിഡ്സ് വെർഷൻ ഇറക്കുക, അല്ലെങ്കിൽ അതിനൊരു ഫിൽറ്റർ ഇറക്കുക ഈ കണ്ടന്റ് സൂട്ടബിൾ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇസ് ദിസ് മെയ്ഡ് ഔട്ട് ഓഫ് AI എന്ന് വരെ ചോദിക്കുന്ന ബട്ടണുകളുണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ട് ഇസ് ദിസ് മെയ്ഡ് ഫോർ കിഡ്സ്? എക്സാക്ട്ലി അതൊരു ആ ഒരു ഓപ്ഷൻ വന്നിരുന്ന ഈ പറഞ്ഞ കണക്കല്ലേ നല്ലൊരു കാര്യമായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കൊള്ളാം ബ്രോ. അപ്പോ തീർച്ചയായിട്ടും ഒരു അടിപൊളി കോൺവെർസേഷൻ ആയിരുന്നു. സോ നമ്മുടെ സെയിന്റ് എക്സ് അല്ലേ, സെയിന്റ് എക്സ്. അപ്പോ ആശാൻ ഭയങ്കര ടാലന്റഡ് ആണ്, വീഡിയോസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. സോ വീണ്ടും ഒരു ടോക്ക് ഒക്കെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.